ഇന്ന് ഞാനിവിടെ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് 1/4 കപ്പ് പാല് മാറ്റി വെക്കണം. അത് ഈ കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1/4 കപ്പ് പാല് മാറ്റി വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഇത് കലക്കി വെക്കണം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ച് തിളപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഇതിൽ അലിഞ്ഞു ചേരണം. പാല് തിളച്ച് വരാറാവുമ്പോഴേക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാണ്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തിക്ക് ബാറ്ററായിട്ട് വരും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സിൽ ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും ഏകദേശം 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിവിടെ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഓരോ കപ്പ് വീതം വേണം. മാങ്ങ, ഏത്തപ്പഴം, ഓറഞ്ച്, ആപ്പിള്, മാതളം, മുന്തിരി. ഇനി ഇത് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടിയിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിവിടെ 4 മണിക്കൂർ കഴിഞ്ഞ് ചില്ലറിൽ നിന്ന് എടുത്തതാണ്. കസ്റ്റാർഡും ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് വേണം നമുക്കിത് അറേഞ്ച് ചെയ്യാൻ. വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വേണം ഇത് അറേഞ്ച് ചെയ്തെടുക്കേണ്ടത്.
ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.